ഹലോ വെൽക്കം ടു എസ് ലി എസ് ഐ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എസ് ഐൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഈ ഒരു ഫസ്റ്റ് വ്ളോഗ് തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഒരു സമയം 12:30 12:45 ആ ഒരു സമയമാണിത്. നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. ആ ഒരു സമയത്താണ് ഞാൻ ഡെക്കറേഷൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുവരെ ചെറിയ നാളത്തേക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഡേൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ആൾ എണീറ്റു. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 6:45 7 മണി ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ ആൾ. അല്ലെങ്കിൽ ഒരു 7:30 8 മണി ആ ഒരു സമയത്താണ് കേട്ടോ എണീക്കുക. അപ്പം അങ്ങനെ എണീറ്റപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. എണീറ്റ പാട് എന്താ പറയുക, ഭയങ്കര ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ടൈമിൻ്റെ കാരണം വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് എനിക്ക് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴൊരു ഫീൽ വേറെ തന്നെയാണല്ലേ. അങ്ങനെ ആളിതാ നല്ല കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വന്നിട്ടുണ്ടായിന് അവർ. ഏസക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പം അവർ നേരത്തെ വന്നതാണ്. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു കുട്ടി ഗിഫ്റ്റാണ് കേട്ടോ. 12 മന്തിൻ്റെ ഒരു ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ആളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഞാനും കുളിച്ച് ഒന്ന് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഒരു 8:30 9 മണി ആ ഒരു സമയമായിട്ടുണ്ട്. കാരണം ആൾ എണീറ്റ് രാവിലെ നല്ല തണുപ്പുള്ള സമയം ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് 8 മണി 8:30 ആ ഒരു സമയത്താണ് ആളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു തണുപ്പുള്ള ഒരു ടൈം ആയതുകൊണ്ട്, കാരണം ഇതൊരു ശീലമില്ലാത്തതല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ കുളിപ്പിച്ചോട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലം തൊട്ടടുത്തായതുകൊണ്ട് ടൈമിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ വരുന്നില്ല. വേഗം തന്നെ പോയിട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇത് നമ്മൾ അമ്പലത്തിൽ ഇത് എത്താനായിട്ടുണ്ട്, എത്തിയെന്ന് തന്നെ പറയാം. മുത്തപ്പൻ മടപ്പരയാണ് കേട്ടോ ഇത്. തൊട്ടടുത്താണ്, ഒരു വീടിൻ്റെ അപ്പുറത്ത്, അത് നമ്മുടെ പറമ്പ് തന്നെ പറയാം, അങ്ങനെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. മുത്തപ്പൻ മടപ്പരയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോസ് എടുത്തു തരാൻ ബാക്കിൽ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ കുളിക്കാത്തത് കൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ എസക്കുട്ടി ഇതാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മടപ്പര ഇങ്ങനെ ചുറ്റി ആളെന്നെ നടന്നിട്ട് ഇങ്ങനെ ചുറ്റുമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോയിട്ടുള്ളത്. വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു. ഡെക്കറേഷൻസൊക്കെ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് നല്ല കുറേ പണിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഫുള്ള് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബലൂൺസൊക്കെ ഇങ്ങനെ ഊതുന്ന സമയത്ത് എസേനെയും കൂടി കൂട്ടി ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് എസക്കുട്ടിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുമ്പം എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കുട്ടി മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ ആൾക്കൊരു ഹാപ്പിനെസ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കുട്ടി മൊമെൻറ്റ്സൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു ഈവനിങ് ആകുമ്പോഴത്തേക്കും ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് നേരത്തെ പോയി. ആൾ എന്തോ ബിസിയാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. ആ ഒരു ഫുൾ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. ഫുള്ളായിട്ടുള്ളത് എടുത്തു തരാനായിട്ട് എന്നോട് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പം ഏകദേശം ഒരു ഓവറോൾ ഞാൻ വിചാരിച്ച അത്ര വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പിന്നെ ലേറ്റായിപ്പോയി. ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്യാൻ ആൾക്കാരെ കിട്ടിയിട്ടില്ല. അപ്പം ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, എന്നാലും കുറച്ച് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എസക്കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രശ്നമാണ് ആൾക്ക്, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലാണ്. എങ്ങനെയോ മോണിക്ക സോങ്ങൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോസൊക്കെ, പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ എല്ലാവരെയും ഫസ്റ്റ് ബേബി ഗേളായതുകൊണ്ട് കുറച്ചൊരു സെലിബ്രേഷനായിട്ട് നടത്തണം എന്നുള്ളത് എല്ലാവരെയും ആഗ്രഹമായിരുന്നേ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു ഡേ കടന്നു പോയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, നൈറ്റ് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ വന്നിട്ട് ആൾക്ക് ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു മെയിനായിട്ട്. ഡേ വന്നിട്ട് നിറയെ കുറച്ച് ആൾക്കാരും, പിന്നെ ആ ഒരു ചൂട്,
കുറച്ച് നൈറ്റ് ആൾ കുറച്ചൊന്ന് ഫ്രീ ആയിരിക്കുന്ന ടൈമാണ് നമ്മൾ ഈ ഒരു 7 മണി 7:15 ആ ഒരു സമയമായിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ട് ആൾക്ക്. കാരണം ഉറക്കിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നം അതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ കേക്ക് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൊടുക്കുന്ന കേക്ക് കഴിക്കുമ്പോഴും കുഴപ്പമില്ല, പാട്ട് വെക്കുമ്പോഴും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു സോങ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കരയാൻ തുടങ്ങി. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് എൻ്റെ മാമിയുമാണ് ഗൈസ്. അങ്ങനെ ഇതാ 9 മണി ആ ഒരു സമയത്ത് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് എന്നിട്ടാണ് എസേൻ്റെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾ ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്കും ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സെലിബ്രേഷൻ്റെ എൻഡ് ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികളൊക്കെ ഇതാ ഫുള്ള് ബലൂൺസൊക്കെ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുള്ളെല്ലാവരും ആ ഒരു ജോയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.